ഹായ്, കഥ കേൾക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കഥ യോസേഫ് ഫറവോൻ്റെ 2 സ്വപ്നങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജയിലിൽ നിന്ന് വെളിയിൽ വന്നു. അങ്ങനെ ഫറവോന് ആ സ്വപ്നങ്ങളുടെ അർത്ഥങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ജയിലിൽ നിന്ന് വെളിയിൽ വന്ന് ജയിലിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് യോസേഫ് പുറത്തെത്തി. അപ്പോൾ ഈ 2 സ്വപ്നത്തിൻ്റെ അർത്ഥവും യോസേഫ് പറഞ്ഞു. വലിയ ക്ഷാമം ഉണ്ടാവും, അതായത് നല്ല സമൃദ്ധി ആദ്യത്തെ 7 വർഷം ഉണ്ടാവും. എല്ലാം ഭയങ്കരമായിട്ട് ആ നാട്ടിൽ മിസ്രൈമിൽ ഉണ്ടാവും. ഭക്ഷണവും വെള്ളമൊക്കെ ഉണ്ടാവും, കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ വലിയ ക്ഷാമം അവിടെ വരും എന്നുള്ള ആണ് സ്വപ്നം കണ്ടത്, സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ന് യോസേഫ് ഫറവോന് പറഞ്ഞു കൊടുത്തു. അത് മാത്രമല്ല, ഈ 2 തവണയാണ് ഫറവോൻ അന്ന് സ്വപ്നം കണ്ടത്. ഒന്നാമത്തെ തവണ 7 പശുക്കളുടെ സ്വപ്നവും, രണ്ടാമത്തെ ഇതിൽ 7 കതിരിൻ്റെ സ്വപ്നവും കണ്ടു. അപ്പോൾ അത് 2 തവണ ഒരേ രീതിക്ക് ആ സ്വപ്നം കണ്ടതിൻ്റെ കാര്യം എന്താണെന്നുള്ളതും യോസേഫ് പറഞ്ഞു കൊടുത്തു. കാരണം ഇത് ദൈവം പെട്ടെന്ന് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ 2 സ്വപ്നം ഒരേ രാത്രി തന്നെ കണ്ടത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഫറവോന് ഭയങ്കര ടെൻഷനായി. ഒരു രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു നാട് ഭരിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് ആ നാട് കറക്റ്റായിട്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഫറവോനുണ്ടായിരുന്നത്. ഫറവോൻ്റെ ജനങ്ങൾക്ക് ക്ഷാമം വരുമെന്ന് കേട്ടപ്പോൾ ഫറവോന് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഫറവോൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഈ ക്ഷാമം വരുന്നതിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഫറവോൻ കാര്യങ്ങൾ ചിന്തിച്ചു. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള ഒരാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഫറവോന് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് പറയുന്ന കാര്യം, എനിക്ക് വിവേകമുള്ള ഒരാൾ, നല്ല ബുദ്ധിശാലിയായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഒരാൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വേണം. അപ്പോൾ അങ്ങനെ ആരാണ് ഉള്ളത് എന്ന് തേടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഫറവോൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഫറവോന് ഇതിനെ ചെയ്യാൻ വേണ്ടി ഒരു നല്ല പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ പദ്ധതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ ക്രിക്കറ്റ് കളിക്കാട്ടെ, ഫുട്ബോൾ കളിക്കാട്ടെ, എന്ത് കളികളാണെങ്കിലും ആ കളികൾ ഇപ്പോൾ ഒന്ന് ജയിക്കണമെങ്കിൽ നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം, വേണ്ടേ? അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവിടെ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ആ കളികൾ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇപ്പോൾ ഒരു എക്സാം, നമുക്ക് ഒരു പരീക്ഷ വരണം. അപ്പോൾ പരീക്ഷ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോയാൽ മാത്രമാണ് നമുക്ക് പരീക്ഷ പാസ്സാവാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ പഠിക്കാണ്ട് പോയി അല്ലാത്ത രീതിയിലും പരീക്ഷ പാസ്സാവുന്നവരുണ്ട്. പക്ഷേ നേരായ രീതിയിൽ കറക്റ്റായിട്ട് അവരവരുടെ ഉത്തരവാദിത്തം പഠിച്ച് ക്ലിയറായിട്ട് ചെയ്ത് പാസ്സാവുന്നതാണ് സത്യസന്ധമായ കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള പദ്ധതികൾ ഈ രാജാവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. മിസ്രൈമിൻ്റെ ഈ ക്ഷാമം വരുന്ന സമയത്ത് മിസ്രൈമിനെ ഉള്ള ജനങ്ങളെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള പദ്ധതി ഈ രാജാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് എന്തായിരുന്നു അതിന് കണ്ടെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്വപ്നപ്രകാരം പറയുവാണെങ്കിൽ ആദ്യത്തെ 7 വർഷം നല്ല സമൃദ്ധിയാണ്. അതായത് ഈ 7 വർഷം ഈ മിസ്രൈം ദേശത്ത് എല്ലാ വിളവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതായത് കൃഷി ഉണ്ടാവും, കൃഷി ചെയ്ത് അരി സാധനങ്ങളൊക്കെ ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ 7 വർഷം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 7 വർഷത്തിൽ ഈ ഉണ്ടാകുന്ന വിളവ് അല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന സമൃദ്ധിയുടെ 5-1, ഓക്കെ, 5 എണ്ണം ഉണ്ടായാൽ അത് ഒരെണ്ണം വാങ്ങി വെക്കണം. രാജാവ് വാങ്ങണം. അതായത് ആരൊക്കെ എന്തൊക്കെ ചെയ്യണം. ഇപ്പം മക്കളുടെ വീട്ടിൽ ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മക്കളുടെ വീട്ടിൽ മക്കൾ കൃഷി ചെയ്യണം, മക്കളുടെ പേരൻസ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൃഷി ചെയ്തത് 5 കിലോ അരി ഉണ്ടെങ്കിൽ അതിൽ 1 കിലോ അരി രാജാവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എത്ര വർഷമുണ്ട്? 7 വർഷമുണ്ട്. ആ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും 5-ൽ 1 സാധനം മേടിച്ച് വെച്ച് അത് പട്ടണത്തിൽ രാജാവിൻ്റെ കയ്യിലുള്ള ഒരു സ്ഥലത്ത് ശേഖരിച്ച് വെക്കണം. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഒത്തിരിയാവും. ഓക്കെ, അതായത് ഈ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് 5 കാര്യത്തിൽ ഒന്നാണ് എങ്കിൽ ഒരു നാട്ടിൽ എത്ര പേരുണ്ടാവും, എത്ര വീടുണ്ടാവും, എത്ര ആൾക്കാരുണ്ടാവും?
അപ്പോൾ ഒത്തിരി സാധനം കിട്ടും. അതും ഇത് എത്ര കാലത്തോടെ ചെയ്യാൻ 7 സംവത്സരത്തിൽ സമൃദ്ധിയുടെ സമയത്താണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ അങ്ങനെ രാജാവിന് കിട്ടും. അപ്പോൾ രാജാവ് ഉണ്ടാക്കിയ പദ്ധതി ഇതായിരുന്നു. പക്ഷെ പ്രശ്നം എന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതി രാജാവിന് തന്നെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ ഒരാൾ വേണം. അതിന് വിശ്വസ്തനായിട്ടുള്ള ഒരാളും വേണം. ഒപ്പം വിശ്വസ്തനായിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ഏൽപ്പിച്ചാലും അത് ഭംഗിയായിട്ട് ഒരു കുറവുമില്ലാണ്ട് ഏറ്റവും നീറ്റായിട്ട് സിൻസിയറായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആൾ, ഒപ്പം ബുദ്ധിശാലിയായിട്ടുള്ള ആൾ, ഒരു നല്ല ഭയങ്കര സാമർത്ഥ്യത്തോടെ ചെയ്യുന്ന ആൾ. അങ്ങനെ ഒരു ജോലിക്ക് ഒരാളെയാണ് ആര് തേടിക്കൊണ്ടിരിക്കുന്നത്? ഈ ഫറവോൻ തേടിക്കൊണ്ടിരിക്കുന്നത്, ഈ രാജാവ് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് രാജാവിൻ്റെ മനസ്സിലുള്ള. അപ്പോൾ ഒരു രാജാവിൻ്റെ കഴിവുകൾ നോക്കി, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന് ആ രാജ്യം നന്നായിട്ട് കൊണ്ടുപോയി നടക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഫറവോൻ ഇങ്ങനെ ചിന്തിച്ച് ഈ ഒരു ജോലിക്ക് ആളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രീതിക്ക് കാര്യങ്ങൾ ചെയ്താൽ ഈ ക്ഷാമം എല്ലാം മിസ്രൈമിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഈ ക്ഷാമത്തിനെല്ലാം മിസ്രൈമിന് നേരിടാൻ പറ്റും. ആൾക്കാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ദേശം നശിച്ചു പോവില്ല. കാരണം ഭക്ഷണം, ധാന്യം ഒന്നും കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ മനുഷ്യരും കഴിക്കാനില്ലാണ്ട് മരിച്ചു പോകും. അപ്പം ആൾക്കാർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ ശക്തി കുറയുമല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി രാജാവ് കണ്ട പദ്ധതിയാണ് ഇത്. അപ്പോൾ ഇത് ചെയ്യാൻ ഒരാൾ വേണം. ഓക്കെ, അപ്പോൾ ഈ ഫറവോൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഉള്ള കാര്യങ്ങളെല്ലാം ഫറവോൻ്റെ ഒപ്പം ഉള്ള ആൾക്കാരോടെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും കൊള്ളാം, രാജാവിൻ്റെ പദ്ധതി കൊള്ളാം, നല്ല ഐഡിയ ആണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് അവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രാജാവ്, ഈ ഫറവോൻ ആ ഭൃത്യന്മാരോട്, ആ ജോലിക്കാരോട് പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടു കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ ഒരാളുണ്ട്. ഓക്കെ, ഫറവോൻ പറഞ്ഞത് ഇതാണ്, ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ, ഈ മനുഷ്യനെ പോലെ ഒരു മനുഷ്യനെ കിട്ടുമോ എന്നാണ് ഫറവോൻ പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറയുമ്പോൾ അവിടെ ആ പറയുന്ന മനുഷ്യൻ, അവിടെ ഒരു മനുഷ്യനെ കമ്പയർ ചെയ്തിട്ടാണ് വേറെ മനുഷ്യനെ തപ്പണത്. ഓക്കെ, അപ്പോൾ അവിടെ ഫറവോൻ ഭൃത്യന്മാരോട് പറഞ്ഞത് യോസേഫിനെ കുറിച്ചാണ് പറഞ്ഞത്. യോസേഫിൽ ഒരു ദൈവാത്മാവുണ്ട്. ആ ദൈവാത്മാവ് ആണ് യോസേഫിനെ ഇതെല്ലാം ചെയ്യാനും യോസേഫ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരാനും ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ ഇതേപോലെ ഉള്ള ഒരാളെ, യോസേഫിനെ പോലെ ഒരാളെ നമുക്ക് കിട്ടണം. അങ്ങനെ ആരെങ്കിലും കിട്ടാനുണ്ടോ എന്നാണ് ഈ ഭൃത്യന്മാരോട് ഫറവോൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഫറവോൻ ഇതേ കാര്യം യോസേഫിനോടും ചോദിച്ചു. അപ്പോൾ ഈ യോസേഫിനോട് ചോദിച്ചു, അത് സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ മുന്നേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കൾ ഈ വളരുന്ന ജീവിതത്തിൽ മക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മക്കൾ നല്ല പിള്ളേരാണോ ചീത്ത പിള്ളേരാണോ എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് അറിയുന്നത്. ഇപ്പോൾ ഈ രാജാവ് യോസേഫിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? യോസേഫിനെ കുറിച്ച് അറിയാനുണ്ടായ കാര്യം, യോസേഫ് ഇതിനു മുന്നേ നല്ല പ്രവൃത്തികൾ ചെയ്തു. അവൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ജയിലിലും അവിടെ ഇവിടെയൊക്കെ കിടന്നു. പക്ഷേ അവൻ നല്ല കാര്യങ്ങൾ ചെയ്തു. കിട്ടിയ അവസരങ്ങളിലൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ യോസേഫ് ചെയ്തു. അങ്ങനെയാണ് ഇവനിൽ, ഈ യോസേഫിൽ ഒരു ദൈവാത്മാവുണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലായത്? രാജാവിന് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെയാണ് ചെയ്യാറ്? നമ്മളിങ്ങനെയാണോ, യോസേഫിനെ പോലെയാണോ ചെയ്യാറ്? അതോ ഒരാളുടെ വഴി റൂട്ടിൽ പോകുമ്പോൾ നമുക്കൊരു പേന കിട്ടി, അല്ലെങ്കിൽ ഒരു മിഠായി കിട്ടി, കൊള്ളാം എടുത്തേക്കാം, ആരും കാണാനില്ലല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട്, നമ്മുടെ കൂട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കണം. സ്കൂളിൽ പോയി എൻ്റെ പേന, എന്നെക്കാളും നല്ല പേന അവൻ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ആ പേന ഞാനിങ്ങ് എടുക്കും, അതാരും കാണാൻ പോളല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല പ്രവൃത്തികളല്ല, തെറ്റായ പ്രവൃത്തികളാണ്, കളവാണത്. ഓക്കെ, അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ, മക്കൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്താൽ മക്കളുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ട് എന്നുള്ളത് ആരറിയും? മക്കളുടെ കൂടെയുള്ള എല്ലാവരും അറിയും. ഈ രാജാവ് യോസേഫിനെ അറിഞ്ഞതുപോലെ മക്കളെ കുറിച്ച് എല്ലാവരും, മക്കളുടെ കൂടെയുള്ള എല്ലാവരും അറിയും.
ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കാര്യങ്ങൾ. അപ്പോൾ രാജാവ് എന്നിട്ട് യോസേഫിൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് സ്വപ്നം പറയാനും ഞാൻ പറഞ്ഞ സ്വപ്നവും അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള സ്വപ്നങ്ങളെല്ലാം നീ കറക്റ്റായിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഓക്കെ, അതിൻ്റെ എല്ലാ അർത്ഥം ക്ലിയറായിട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അത് നിൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവം നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്നും നീ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ നിനക്ക് നല്ല ബുദ്ധിയും നല്ല ജ്ഞാനവും ഉണ്ട്. നിന്നെപ്പോലെ ഒരാളെ എനിക്ക് എൻ്റെ ദേശത്ത് ഇല്ല, കണ്ടു കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഇനി തൊട്ട് എൻ്റെ ഭവനത്തിൻ്റെ മേലധികാരിയാവും. അതായത് എൻ്റെ ഭവനത്തിനെ റൂൾ ചെയ്യുന്ന ആളാവും. ഈ ദേശത്തെ എല്ലാ കാര്യങ്ങൾക്കും റൂൾ ചെയ്യാൻ, എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ നിനക്ക് ഇനി ഞാൻ ഒരു അധികാരം തരാൻ പോവാണ്. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്നേക്കാളും മുകളിൽ ഞാൻ തന്നെയാണ്, ഈ രാജാവായ ഫറവോൻ തന്നെയാണ്. ഓക്കെ, സിംഹാസനത്തിൽ അതായത് രാജാവിനാണ് ഏറ്റവും ഉയർന്ന പദവി, അതിൻ്റെ തൊട്ട് താഴത്തെ പദവി ഞാനിനി യോസേഫിന് തരുവാണ് എന്ന് ആര് പറഞ്ഞു? ഈ രാജാവ് യോസേഫിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പദവി കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, രാജാവിൻ്റെ വീട്ടിലുള്ളതും ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും രാജാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കാനുള്ള മൊത്തം അധികാരം ഈ ഫറവോൻ രാജാവ് യോസേഫിന് കൊടുത്തു. അപ്പോൾ ആലോചിച്ച് നോക്കണം, എത്ര വലിയ പദവിയാണ് യോസേഫിന് കിട്ടണതെന്ന്. അപ്പോൾ യോസേഫ് ഒത്തിരി കഷ്ടം ജീവിതത്തിൽ അനുഭവിച്ചു. പക്ഷേ ആ കഷ്ടമെല്ലാം അനുഭവിച്ചപ്പോഴും ഒരിക്കൽ പോലും യോസേഫ് ദൈവത്തിന് എതിരായിട്ടൊന്നും ചെയ്തില്ല. ദൈവത്തിനെതിരായിട്ടൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ദൈവത്തെ ചോദ്യം ചെയ്തില്ല. ദൈവത്തെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ദൈവമേ അതെന്താ എനിക്ക് അങ്ങനെ പറ്റി, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ. നമ്മൾ ദൈവത്തെ, എനിക്ക് മാത്രം ഇങ്ങനെ പറ്റണം, എൻ്റെ അനിയത്തിക്കോ എൻ്റെ ചേച്ചിക്കോ ചേട്ടനോ എൻ്റെ കൂട്ടുകാർക്കോ ആർക്കുമില്ല, എപ്പോഴും എനിക്ക് മാത്രമാണ് ഇങ്ങനെ പറ്റണം, അതെന്താ ദൈവമേ എനിക്കങ്ങനെ. ഇങ്ങനെ ഒന്നും യോസേഫ് ഒന്നും ചോദിച്ചില്ല. യോസേഫിൻ്റെ ജീവിതത്തിൽ യോസേഫിൻ്റെ വീട്ടിൽ നിന്ന് യോസേഫ് മാറി നിൽക്കുന്നു. ചേട്ടന്മാർ അവനെ കൊല്ലാൻ വേണ്ടി നോക്കി, കുഴിയിലിട്ടു. അത് കഴിഞ്ഞിട്ട് അവനെ വിറ്റു. പോത്തിഫറിൻ്റെ വീട്ടിൽ വന്നു, അവിടെ ചെയ്യാത്ത തെറ്റിന് അവിടെ നിന്ന് ജയിലിലായി. ജയിലിൽ വന്നിട്ടും അവിടെയും 2 പേർക്ക് സ്വപ്നം പറഞ്ഞു കൊടുത്തു, അവരും സഹായിച്ചില്ല, അവരും മറന്നുപോയി. ഇതൊക്കെ ഉണ്ടായിട്ടും, ഇത്രയൊക്കെ ബുദ്ധിമുട്ട് യോസേഫിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും യോസേഫ് ഒന്നും പറഞ്ഞില്ല. യോസേഫ് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിനെതിരായിട്ടൊന്നും പറഞ്ഞില്ല. എന്തൊക്കെ യോസേഫിൻ്റെ ജീവിതത്തിൽ വന്നോ അതിനെല്ലാം വേണ്ടി യോസേഫ് ദൈവത്തിനായിട്ട് നിന്നു. യോസേഫിൻ്റെ ഓരോ പ്രവൃത്തിയിലും യോസേഫ് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് യോസേഫ് നിന്നത്. അതിൻ്റെ വിജയമുണ്ടായത് ഇപ്പോൾ ഇങ്ങനെയാണ്. ആ രാജ്യത്തെ ഏറ്റവും നല്ല ഒരു അധികാരം രാജാവ് യോസേഫിന് കൊടുത്തു. അപ്പോൾ ഇത് യോസേഫിന് അധികാരം കൊടുത്തപ്പോൾ, ഇങ്ങനൊരു അധികാരം കൊടുക്കാൻ വേണ്ടി രാജാവ് പറഞ്ഞപ്പോൾ യോസേഫ് എന്താണ് പറഞ്ഞത് എന്ന് നമുക്കിനി അടുത്ത കഥയ്ക്ക് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ കഥ ഇതായിരുന്നു. നമ്മളിതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചേ? നമ്മൾ എന്ത് ചെയ്താലും സത്യസന്ധമായിട്ട് ചെയ്യണം. ഒപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ ദൈവം തന്നിരിക്കുന്നതാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് കഷ്ടം ജീവിതത്തിൽ വന്നാലും, എത്ര ബുദ്ധിമുട്ട്, വേദന വന്നാലോ സങ്കടം വന്നാലോ എല്ലാത്തിനും നമുക്ക് നമ്മുടെ കൂടെ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പോയി എല്ലാം പറയണം. ഓക്കെ, അപ്പോൾ ഇനി നാളത്തെ കഥയിൽ ഈ രാജാവ് ചോദിച്ച റിക്വസ്റ്റ്, രാജാവ് ചോദിച്ച അപേക്ഷയ്ക്ക് യോസേഫ് എന്താ പറഞ്ഞതെന്ന് നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.